Good morning, students. Welcome to our biology class. Today we are going to study class 8 biology, the remaining part of our chapter 10, that is, how is the sex of the baby determined? How is the sex of the baby determined? Boy or girl? Inside the fertilized egg or zygote is the introduction for determining the sex of the baby. This instruction is present in the thread-like structure called chromosomes. In the fertilized egg, recall from chapter 8 that chromosomes are present inside the nucleus of every cell. All human beings have 23 pair of chromosomes in the nuclei of their cells. അതായത് നമുക്കറിയാം എങ്ങനെയാണ് ഒരു സെല്ലിൽ ക്രോമസോംസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? നമ്മൾ ചാപ്റ്റർ 8 പഠിച്ചാണ്. ക്രോമസോംസ് ആർ പ്രസൻറ്റ് ഇൻസൈഡ് ദ ന്യൂക്ലിയൈ ഓഫ് എവരി സെൽ. എല്ലാ സെല്ലിൻ്റെയും ന്യൂക്ലിയസിനകത്താണ് ക്രോമസോംസ് അല്ലേ? ക്രോമസോംസ് കാണുന്നത്. ഓൾ ഹ്യൂമൻ ബീങ്സ് ഹാവ് 23 പെയർ ഓഫ് ക്രോമസോംസ്. ഹ്യൂമൻ ബീങ്സിൽ എത്ര പെയർ ഓഫ് ക്രോമസോംസ് ഉണ്ട്? 23 പെയർ ഓഫ് ക്രോമസോംസ് ഉണ്ട് in the nuclei of their cells. 2 chromosomes out of these are the sex chromosomes. അതായത് ഈ 23 പെയർ ഓഫ് ക്രോമസോംസ് ഉള്ളതിൽ 2 ക്രോമസോംസിനെ നമ്മൾ സെക്സ് ക്രോമസോംസ് ആയിട്ടാണ് എടുക്കുന്നത്. നെയിംഡ് എക്സ് ആൻഡ് വൈ. എ ഫീമെയിൽ ഹാസ് 2 എക്സ് ക്രോമസോംസ് while a male has എക്സ് ആൻഡ് വൈ ക്രോമസോം. അതായത് ഒരു ഫീമെയിലിൽ എപ്പോഴും എക്സ് ക്രോമസോംസ് മാത്രമേ കാണത്തുള്ളൂ. പക്ഷേ മെയിലിൽ എക്സ് ക്രോമസോംസും കാണും, വൈ ക്രോമസോംസും കാണും. ദ ഗാമീറ്റ്സ് എഗ് ആൻഡ് സ്പേം ഹാവ് ഓൺലി വൺ സെറ്റ് ഓഫ് ക്രോമസോംസ്. ദ ഫെർട്ടിലൈസ്ഡ് എഗ് always has 1 X chromosomes. ഓക്കെ, അതായത് ഫെർട്ടിലൈസ്ഡ് എഗ്ഗിൽ എപ്പോഴും എക്സ് ക്രോമസോംസ്, ഒരു എക്സ് ക്രോമസോംസ് മാത്രമേ കാണത്തുള്ളൂ. പക്ഷേ സ്പേംസ് ആർ ഓഫ് 2 kinds. One kind has X chromosome and the other kind has Y chromosomes. അതായത് ഫെർട്ടിലൈസ്ഡ് എഗ്ഗിൽ എക്സ് ക്രോമസോംസ് മാത്രം കാണുമ്പോൾ സ്പേംസിൽ എക്സ് ക്രോമസോംസും കാണും, വൈ ക്രോമസോംസ് കാണും. ഓക്കെ, സി ഫിഗർ 10.4. When a sperm containing X chromosomes fertilizes the egg, the zygote would have 2 X chromosomes and develop into a female child. If the sperm contribute a Y chromosome, the egg chromosome to the egg at fertilization, the zygote would develop into male child. Can you see this? അതായത് നമുക്കറിയാം ഫീമെയിൽസിൽ എപ്പോഴും എക്സ് ക്രോമസോംസ് മാത്രമേ കാണത്തുള്ളൂ, മെയിലിൽ എക്സും വൈയും ക്രോമസോംസ് കാണും. ക്യാൻ യു സീ ദ പിക്ചർ? അവിടെ സ്പേംസ് നോക്കിയേ, സ്പേംസ് എക്സ് ക്രോമസോംസും ഉണ്ട്, വൈ ക്രോമസോംസും ഉണ്ട്. പക്ഷേ എഗ്ഗിൽ എക്സ് ക്രോമസോംസ് മാത്രമേ കാണത്തുള്ളൂ. അതായത് സ്പേമിലുള്ള എക്സ് ക്രോമസോമും എഗ്ഗിലുള്ള എക്സ് ക്രോമസോംസും ചേർന്നാൽ അവിടെ ഗേൾ ചൈൽഡ് ആയിരിക്കും. എക്സ് എന്ന് പറയുന്നത് ഗേൾ ചൈൽഡ് ആയിരിക്കും. അതേസമയം സ്പേമിലുള്ള വൈ ക്രോമസോമും എഗ്ഗിലുള്ള എക്സ് ക്രോമസോമും ചേർന്നാൽ അവിടെ എക്സ് വൈ ക്രോമസോംസ് ആയിരിക്കും. എക്സ് വൈ ക്രോമസോംസ് എന്ന് പറഞ്ഞാൽ അത് ബോയ് ആയിരിക്കും. ഇങ്ങനെയാണ്
ഒരു കുട്ടി ആണാണോ പെണ്ണാണോ എന്ന് തിരിച്ചറിയുന്നത്. Now you know that the sex chromosomes of the father determine the sex of an unborn baby. The belief that the mother is responsible for the sex of her baby is completely wrong, and to blame her for this is totally unjustified. അതായത് ഒരു കുട്ടി ആണാണോ പെണ്ണാണോ എന്ന് തിരിച്ചറിയാനായിട്ടുള്ള കാരണം അതിൻ്റെ ഫാദറിൽ നിന്നുള്ള സെക്സ് ക്രോമസോംസ് ആയിരിക്കും. എപ്പോഴും മദറിനായിരിക്കും ആ റെസ്പോൺസിബിലിറ്റി കൊടുക്കുന്നത്. ഒരിക്കലും ഒരു കുട്ടിയുടെ സെക്സ് ഡിറ്റർമിൻ ചെയ്യുന്നത് മദറിൽ നിന്നുള്ള ക്രോമസോംസ് അല്ല, പകരം ഫാദറിൽ നിന്നുള്ള സെക്സ് ക്രോമസോംസ് ആണ് ഒരു അൺബോൺ ബേബിയുടെ സെക്സ് ഡിറ്റർമിൻ ചെയ്യുന്നത്. ഓക്കെ. Hormones other than sex hormones. Look at figure 10.3. The hormones secreted by pituitary stimulate test. Can you see this figure? Hormones from pituitary stimulates testes and ovaries to release testosterone in male and estrogen in female. അതായത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ് ആണ് ടെസ്റ്റിസിനെ ഓവറീസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്. അതിൻ്റെ ഫലമായിട്ടാണ് ടെസ്റ്റോസ്റ്റിറോൺ എന്ന ഹോർമോൺ മെയിൽസിലും ഈസ്ട്രജൻ എന്നുള്ള ഹോർമോൺ ഫീമെയിൽസിലും ഉണ്ടാകുന്നത്. ഓക്കെ. The hormones secreted by the pituitary stimulate testes and ovaries to produce their hormones. You have already learned that the pituitary gland is an endocrine gland. It is attached to the brain. Apart from pituitary, the testes and ovaries, there are other endocrine glands in the body, such as thyroid, pancreas, adrenals. Okay, can you see the figure? പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എന്ന് പറയുന്നത് ഒരു എൻഡോക്രൈൻ ഗ്ലാൻഡാണ്. നമ്മുടെ ബ്രെയിനുമായിട്ടാണ് ഇത് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ. അതുപോലെയുള്ള എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ആണ് തൈറോയിഡ് ഗ്ലാൻഡ്. ഓക്കെ, ക്യാൻ യു സീ ദിസ്? അഡ്രീനൽ ഗ്ലാൻഡ്, അതായത് നമ്മുടെ കിഡ്നിയുടെ മുകൾ വശത്തായിട്ട് കാണുന്നതാണ് അഡ്രീനൽ ഗ്ലാൻഡ്. പിന്നെ പാൻക്രിയാസ്. ഓക്കെ. പൊസിഷൻ ഓഫ് ദ ഓവറി ഇൻ ഫീമെയിൽ. നെക്സ്റ്റ് ടെസ്റ്റിസിൻ്റെ പടമാണ്. ഓക്കെ. അതുപോലെ തന്നെ തൈറോയിഡ് ഗ്ലാൻഡിന് ഉണ്ടാകുന്ന ഒരു ഡിസീസാണ് ഗോയിറ്റർ എന്ന് പറയുന്നത്. ഓക്കെ. അതുപോലെ തന്നെ ഡയബറ്റീസ്, അല്ലേ? ഡയബറ്റീസ് എന്ന് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. എന്താണ് ഡയബറ്റീസ് എന്ന് പറഞ്ഞാൽ? The pancreas was not producing the hormone insulin in sufficient quantities. അതായത് നമ്മുടെ പാൻക്രിയാസ് ഇൻസുലിൻ ആവശ്യമായിട്ടുള്ള ക്വാണ്ടിറ്റിയിൽ പ്രൊഡ്യൂസ് ചെയ്യാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു കണ്ടീഷനാണ് ഡയബറ്റീസ് എന്ന് പറയുന്നത്. ഓക്കെ. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ള റോൾ ഓഫ് ഹോർമോൺസ് ഇൻ കംപ്ലീറ്റിംഗ് ദ ലൈഫ് ഹിസ്റ്ററി ഓഫ് ഇൻസെക്ട്സ് ആൻഡ് ഫ്രോഗ്സ്. You have already learned about the life history of the silk moth and the frog. The caterpillar has to pass through various stages to become an adult moth. അതായത് നമ്മൾ ഫ്രോഗിൻ്റെയും അതുപോലെ സിൽക്ക് വേമിൻ്റെയൊക്കെ ഓരോ സ്റ്റേജസ്, അല്ലേ? അവരുടെ ലൈഫ് സൈക്കിൾ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചതാണ്. This change from larva to adult is called metamorphosis. അതായത് ലാവ സ്റ്റേജിൽ നിന്ന് അഡൽട്ട് വരെയുള്ള ഒരു സ്റ്റേജിൽ എത്തുന്ന വരെയുള്ള ചേഞ്ചസിനെയാണ് നമ്മൾ മെറ്റാമോർഫോസിസ് എന്ന് പറയുന്നത്. മെറ്റാമോർഫോസിസ് ഇൻ ഇൻസെക്റ്റ് ഈസ് കൺട്രോൾഡ് ബൈ ഇൻസെക്റ്റ് ഹോർമോൺ. ഇൻ എ ഫ്രോഗ് ഇറ്റ് ഈസ് കൺട്രോൾഡ് ബൈ തൈറോക്സിൻ, ദ ഹോർമോൺ പ്രൊഡ്യൂസ്ഡ് ബൈ തൈറോയിഡ്. അതായത് ഫ്രോഗിൽ
ഈ മെറ്റാമോർഫോസിസ് കൺട്രോൾ ചെയ്യുന്നത് തൈറോക്സിൻ എന്ന് പറയുന്ന ഒരു ഹോർമോണാണ്. അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് തൈറോയിഡാണ്. ഓക്കെ. തൈറോക്സിൻ പ്രൊഡക്ഷൻ requires the presence of iodine in water. If the water in which the tadpoles are growing does not contain sufficient iodine, the tadpoles cannot become adult. അതായത് ഈ ടാഡ്പോൾസ് വളരുന്ന വാട്ടറിൽ സഫിഷ്യൻറ്റ് ക്വാണ്ടിറ്റിയിൽ അയഡിൻ ഉണ്ടായിരിക്കണമെന്നാണ് പറയുന്നത്. സഫിഷ്യൻറ്റ് ക്വാണ്ടിറ്റിയിൽ അയഡിൻ ഇല്ലെങ്കിൽ ഈ ടാഡ്പോൾസ് ഒരിക്കലും അഡൽട്ട് സ്റ്റേജ് വരെ എത്തില്ല എന്നാണ് പറയുന്നത്. ഓക്കെ. So this much for today. You study well. We will meet in the next class. Thank you.